മോർണിംഗ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ്. അപ്പോൾ എന്താണ് സൊല്യൂഷൻസ് നോക്കാം. സൊല്യൂഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ ഈസ് എ ഹോമോജീനസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസ്. 2 അതിലധികമോ സബ്സ്റ്റൻസുകൾ ഒരേപോലെ യോജിച്ച് കാണപ്പെടുക, അതിനെയാണ് എന്ത് പറയുക, സൊല്യൂഷൻസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉപ്പുവെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഉപ്പുവെള്ളമാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ കഴിച്ച് നോക്കുമ്പോഴാണ് അത് ഉപ്പുവെള്ളമാണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം വെള്ളത്തിൽ ഉപ്പ് അതുപോലെ എന്താണ് ലയിച്ച് ചേർന്നിട്ടുണ്ടായിരിക്കും. ഇനി ഒരു സൊല്യൂഷന് 2 പാർട്ട് ഉണ്ടായിരിക്കും. ഒരു പാർട്ട് സോൾവെൻറ്റും മറ്റൊരു പാർട്ട് സൊല്യൂട്ടും. ഒരു സൊല്യൂഷൻ്റെ ഏറ്റവും കൂടുതലുള്ള പാർട്ട് അല്ലെങ്കിൽ എന്താണ് ലാർജ് എമൗണ്ട് ഉള്ള ഭാഗം, അതിനെയാണ് എന്ത് പറയുക, സോൾവെൻ്റ് എന്ന് പറയുക. കുറഞ്ഞ എമൗണ്ട് ഉള്ള ഭാഗത്തിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുക. ഉപ്പുവെള്ളത്തിലാണെങ്കിൽ വെള്ളമാണ് സോൾവെൻറ്റ്, ഉപ്പാണ് സൊല്യൂട്ട്. ഇനി ഉപ്പുവെള്ളത്തിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ സോൾവെൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു സാധനമാണ്, വെള്ളമാണ്. ഇനി സൊല്യൂട്ട് ആണെങ്കിലോ സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സംഭവമാണ്, അതായത് ഉപ്പാണ്. ഇനി നമ്മളിങ്ങനെ നോക്കുമ്പോൾ സോളിഡ് ലിക്വിഡ് ലയിക്കുക മാത്രമല്ല, എന്താണ് പല അവസ്ഥകളിലും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, സൊല്യൂഷൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സൊല്യൂഷൻസ് നോക്കാം കേട്ടോ. ഇപ്പോൾ സൊല്യൂട്ട് ഗ്യാസും സോൾവെൻറ്റ് ഗ്യാസും, രണ്ടും ഗ്യാസ് ആയിട്ടുള്ള സൊല്യൂഷൻസ്. അതിന് എക്സാമ്പിളാണ് എന്ത്, എയർ ഒരു സൊല്യൂഷനാണ്. അതിന് സോൾവെൻറ്റും സൊല്യൂട്ടും എന്താണ്, ഗ്യാസ് തന്നെയാണ്. ഇനി സൊല്യൂട്ട് ഗ്യാസും സോൾവെൻറ്റ് ലിക്വിഡും. ഒരു ഗ്യാസ് ലിക്വിഡിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ലയിച്ചിരിക്കുകയാണ്. അതിനെയാണ് അങ്ങനെയുള്ള സൊല്യൂഷൻ. അതിന് എക്സാമ്പിളാണ് സോഡ വാട്ടർ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ലയിച്ചിരിക്കണം. ഇനി സൊല്യൂട്ട് ഗ്യാസും സോൾവെൻറ്റ് സോളിഡും. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഇൻ പല്ലേഡിയം, അതൊരു സൊല്യൂഷനാണ്. അതിൻ്റെ സോൾവെൻ്റ് എന്താണ്, സോളിഡും സൊല്യൂട്ട് ഗ്യാസുമാണ്. ഇനി അതേപോലെ സൊല്യൂട്ട് ലിക്വിഡും സോൾവെൻറ്റ് ഗ്യാസായിട്ടുള്ളത്, അതായത് എയറിലെ ഹ്യൂമിഡിറ്റി. എയർ എന്ന് പറയുന്നതാണ് അവിടുത്തെ സോൾവെൻ്റ് ആയിട്ട് വരുന്നത്. ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വാട്ടർ കണ്ടൻ്റ് ആണ് അവിടെ എന്ത് വരുന്നത്, ലിക്വിഡായിട്ട് വരുന്നത് അല്ലെങ്കിൽ സൊല്യൂട്ടായിട്ട് വരുന്നത്. ഇനി രണ്ടും ലിക്വിഡായിട്ടുള്ള, സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അതിനെയാണ് അതിന് എക്സാമ്പിളാണ് ആൽക്കഹോൾ ഇൻ വാട്ടർ. ഇനി സൊല്യൂട്ട് ലിക്വിഡായിട്ട് അത് സോളിഡിൽ എന്ത് ചെയ്യുക, സോൾവെൻ്റ് ആയിട്ട് വരുന്നത് മെർക്കുറി ഗോൾഡ്. മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഗോൾഡ് സോളിഡ് സ്റ്റേറ്റിലാണ്. മെർക്കുറി ഗോൾഡിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, അത് ലയിച്ചിരിക്കുകയാണ്, അങ്ങനത്തുള്ള സൊല്യൂഷൻ. ഇനി സൊല്യൂട്ട് സോളിഡും ഗ്യാസ് സോൾവെൻ്റ് ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് ക്യാംഫർ ഇൻ എയർ. നെക്സ്റ്റ് വരുന്നത് സൊല്യൂട്ട് സോളിഡും അതേപോലെ സോൾവെൻറ്റ് ലിക്വിഡ് ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് ഷുഗർ ഇൻ വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് ഇൻ വാട്ടർ ഒക്കെ അതിന് എക്സാമ്പിൾ. ഇനി സൊല്യൂട്ടും സോൾവെൻറ്റും സോളിഡ് സ്റ്റേറ്റിലുള്ളതിന് എക്സാമ്പിളാണ് പലതരത്തിലുള്ള അലോയ്സ്, ലോഹ സങ്കരങ്ങൾ ഒക്കെ അതിന് എക്സാമ്പിൾ. ബ്രാസ്, ബോൺസ് അങ്ങനെയുള്ള ലോഹ സങ്കരങ്ങളൊക്കെ അതിന് എക്സാമ്പിളുകളാണ്. ഇതാണ് പലതരത്തിലുള്ള സൊല്യൂഷൻസ്. ഇനി നോക്കാനുള്ളത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻസ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ കോൺസെൻട്രേഷൻ പറയാനായിട്ട് നമ്മളൊരു 5 പ്രോപ്പർട്ടീസാണ് നോക്കുന്നത്. ആ പ്രോപ്പർട്ടീസാണ് മൊളാരിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ പറയുന്ന പാരാമീറ്റേഴ്സാണ് ഏതൊക്കെ, മൊളാരിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻസ്, മാസ് പെർസെൻറ്റേജ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ നോക്കണം. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോന്നിനെങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ 1 ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് 1 മാർക്കിനായിട്ട് ഓരോന്നാക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് നോക്കാനുള്ളത് മൊളാരിറ്റി, മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. പെർ ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ പെർ ലിറ്റർ, ഇപ്പോൾ ഇത്ര ലിറ്റർ സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് മൊളാരിറ്റി പറയുന്നത്. ഇനി ഇത് ഡിനോട്ട് ചെയ്യണത് ക്യാപിറ്റൽ M എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഇനി മൊളാലിറ്റി പറയണത് മൊളാലിറ്റി പറയണത് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ. അപ്പോൾ പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ എത്ര മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആയി എന്നുള്ളത്. മൊളാരിറ്റി എന്തായിരുന്നു, പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആയിരുന്നു. ഇവിടെ പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിലാണ്
നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നത്. ഇനി നോർമാലിറ്റി എന്ന് പറയുന്നത് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര ഗ്രാം സൊല്യൂട്ട്, എത്ര ഗ്രാം ഇക്വാലൻറ്റ് സൊല്യൂട്ട് ഡിസോൾവ് ആവുന്നു എന്നുള്ളതാണ് നോർമാലിറ്റി പറയുന്നത്. ഇനി മോൾ ഫ്രാക്ഷൻ, ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ കമ്പോണൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആ കമ്പോണൻറ്റിൻ്റെ എത്ര മോൾ അവിടെ ഉണ്ടോ അതേ ബൈ ആ സൊല്യൂഷനിൽ മൊത്തം എത്ര കമ്പോണൻസിൻ്റെ മോളിക്യൂൾസ് ഉണ്ടോ അവരുടെ എണ്ണം. അതായത് ആ പെർട്ടിക്കുലർ കമ്പോണൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണം ബൈ മൊത്തം അതിൽ എത്ര കമ്പോണൻസ് ഉണ്ട് അതിൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണം. അതിനാണ് എന്ത് പറയുക, മോൾ ഫ്രാക്ഷൻ എന്ന് പറയുക. ഇനി മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ. അതായത് 100 gram സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് ഉണ്ട്. ഇപ്പോൾ 100 gram ഒരു സൊല്യൂഷൻ, 100 gram ഉപ്പ് വെള്ളത്തിൽ എന്താണ് എത്ര ഉപ്പുണ്ട്, അതാണ് എന്ത് അതിൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത് നമ്മുടെ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ പറയുന്ന 5 പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സോളിയബിലിറ്റിയാണ്. സോളിയബിലിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് എ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് കെമിക്കൽ സബ്സ്റ്റൻസസ്. അതായത് ഒരു സൊല്യൂട്ടിൻ്റെയാണ് സോളിയബിലിറ്റി പറയുന്നത്. ടു ഡിസോൾവ് ഇൻ സോൾവെൻറ്റ് ആൻഡ് ഫോം എ സൊല്യൂഷൻ. ഒരു സൊല്യൂട്ടിനെ ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യിക്കാനുള്ള അതിൻ്റെ കപ്പാസിറ്റീനെയാണ് എന്ത് പറയുക, സോളിയബിലിറ്റി എന്ന് പറയാം. ഒരു സൊല്യൂട്ടിന് ഒരു സോൾവെൻറ്റിൽ എന്താണ് അതിൽ സോളിബിളായിട്ട് അല്ലെങ്കിൽ അതിൽ ലയിച്ചിട്ട് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യിക്കാനുള്ള അതിൻ്റെ കപ്പാസിറ്റി, അതിനെയാണ് എന്ത് പറയുന്നത്, സോളിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മെയിനായിട്ട് നമുക്ക് സോളിബിലിറ്റി ഓഫ് 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ലിക്വിഡ്. അപ്പം നമ്മൾ നേരത്തെ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. ലിക്വിഡ്, ആൽക്കഹോൾ ഇൻ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് വേപ്പർ പ്രഷറാണ്. വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ വേപ്പർ പ്രഷർ ഈസ് എ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് that is in equilibrium with its solid or liquid at a fixed temperature in a closed system. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പ്രഷർ, അത് ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിലെ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അതിനെയാണ് എന്ത് പറയുക, വേപ്പർ പ്രഷർ. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൊല്യൂഷനിൽ ഒരു കമ്പോണൻറ്റ് ലിക്വിഡ് ആയിരിക്കും, അത് ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാണ്, ആ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്ത്, വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നമുക്കൊരു ലോ ആണ് നോക്കാനുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്, റോൾസ് ലോ പറയണത് ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് എ വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, പെട്ടെന്ന് ചേഞ്ച് ആവാനായിട്ട്, ഇപ്പോൾ അത് വേപ്പർ ആവാനും പിന്നെ സോളിഡ് ആവാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാനായിട്ട് സഡൻ ചേഞ്ചസ് സാധ്യമാകുന്ന സൊല്യൂഷൻസ്, അതാണ് വോളറ്റൈൽ സൊല്യൂഷൻ. ഈ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ചേഞ്ചുകൾ നടക്കുന്നത്. അപ്പോൾ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഓഫ് എ വോളറ്റൈൽ ലിക്വിഡ്, ദ particular vapor pressure of each liquid in the solution is directly proportional to its mole fraction. അതായത് ഒരു വോളറ്റൈൽ ലിക്വിഡിൻ്റെ സൊല്യൂഷനിൽ അവിടുത്തെ വേപ്പർ പ്രഷറും അതേപോലെ തന്നെ എന്താണ്, മോൾ ഫ്രാക്ഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് റോൾസ് ലോ പറയുന്നത്. അപ്പോൾ റോൾസ് ലോ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. റോൾസ് ലോ പറയുന്നത് എന്താണ്, ഒരു വോളറ്റൈൽ ലിക്വിഡിൻ്റെ സൊല്യൂഷനിൽ അവിടെ ഓരോ ലിക്വിഡിന് അല്ലെങ്കിൽ ഓരോ ലിക്വിഡ് പാർട്ടിൻ്റെയും വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മോൾ ഫ്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കൂടും, വേപ്പർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ കുറയും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടീസ് certain properties of dilute solutions which depends upon the number of particles of solute and not on the nature of solute or solvent. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഒരു സൊല്യൂഷൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷൻ്റെ
ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെയോ സോൾവെൻറ്റിൻ്റെയോ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ എമൗണ്ടിനെ മാത്രം നമ്പേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് എന്ത് പറയുക, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. അവിടെയുള്ള സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നമ്പേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, അല്ലാതെ അവരുടെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പോൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഓസ്മോസിസ്. ഇതാണ് ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഓസ്മോസിസ്. ഇങ്ങനെയുള്ള 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും 2 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ 2 മാർക്കിനൊക്കെ ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ എടുത്ത് ചോദിക്കാം. ഓസ്മോസിസ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ്. വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് മെംബ്രെയിൻ എന്നാണ്, എല്ലാത്തിനും കടത്തി വിടില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ വഴി വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്, അതും എങ്ങനെയാണ്, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. എവിടെയാണോ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് അവിടെ നിന്നും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ള റീജിയനിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴിയുള്ള മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുക, ഓസ്മോസിസ് എന്ന് പറയുക. ഇനി റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഉള്ള വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്, അതിനാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇതാണ് നമുക്ക് ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാം. പിന്നെ ഈ കോൺസെൻട്രേഷൻ പറയുന്ന ടൈപ്പ് ഉണ്ടല്ലോ, 5 കാര്യങ്ങളില്ലേ പാരാമീറ്റേഴ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാം. പിന്നെ 1 മാർക്കിന് ഇങ്ങനെ എക്സാമ്പിൾ ചോദിക്കാം. സൊല്യൂട്ടും സോൾവെൻറ്റും പല ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് പറഞ്ഞില്ലേ, അത് ചോദിക്കാം. അതെല്ലാം ഇങ്ങനെ എടുത്ത് ചോദിക്കാം. ആൽക്കഹോൾ ഇൻ വാട്ടർ, അതിലെ ഏതാണ് സൊല്യൂട്ട് ഏതാണ് സോൾവെൻറ്റ്, അങ്ങനെയൊക്കെ അതിൽ നിന്നെടുത്ത് ചോദിക്കാം. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, വളരെ നന്നായിട്ട് തന്നെ പഠിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ നോക്കി പഠിക്കണം. ഈ സൊല്യൂഷനൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷനൊക്കെ വരുമ്പോൾ മാറിപ്പോവാതെ കൃത്യമായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.